ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന വൈബുള്ളൊരു സ്പോട്ട് തീരെ ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നിങ്ങളുടെ ഈ പണികളെല്ലാം പൂർത്തിയാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നിരിക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണത്. മാത്രമല്ല നിങ്ങൾ സർവ് ചെയ്യുന്ന ഫുഡും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ഇപ്പോൾ സ്റ്റാഫല്ല, നിങ്ങളുടെ കുടുംബക്കാരാണ് ഇരിക്കുന്നത്. അവരുടെ എല്ലാം പെരുമാറ്റമൊക്കെ വളരെ ഹൃദ്യമാണ്. നമസ്കാരം. പഴമ്പാലക്കൂടെ നിന്ന് തുണിക്കട വഴി പഴയന്നൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് പ്ലാഴി എത്തുന്ന തൊട്ട് മുമ്പായി ഒരു ചെറിയ ആൾക്കൂട്ടവും കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് കണ്ടത്. സാധാരണ ഒരു വഴിയോര കച്ചവടമാണ് പറഞ്ഞെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയെങ്കിലും എന്തോ ഒരു ആകർഷണീയത നമുക്ക് തോന്നി. അങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ എന്ന് കയറി കളയാമെന്ന് കരുതിയതും അവിടെ നിന്ന് ഒരു ചായ കുടിക്കാനും കുറച്ച് സ്നാക്സ് എല്ലാം കഴിക്കാനൊക്കെ ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യുവ സംരംഭകനെ, യഥാർത്ഥത്തിൽ യുവ സംരംഭകൻ എന്നല്ല അദ്ദേഹത്തെ സംഭാവന ചെയ്യേണ്ടത്, അദ്ദേഹം ഒരു സ്വയം സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരുപാടുണ്ട്. പല കാര്യങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. ഡോപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇത്തവണ നമ്മൾ ഒരു സ്വയം തൊഴിൽ സംരംഭകനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ പേരെന്തായിരുന്നു? മുഹമ്മദ് റാഫി. ഓക്കെ. സ്ഥലം ഇവിടെ തന്നെയാണോ? പുതുക്കോടാണ്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇത് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞുള്ളൂ. ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഏതാണ്ട് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വഴിയോടൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡും വളരെ കാഴൊക്കെ പിടിച്ച് രാത്രി ഒരു 7 മണിക്ക് ശേഷം ഇതിലൂടെ യാത്ര ചെയ്യാനൊക്കെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം നമ്മൾ പഴയന്നൂരോട്ട് പോകുന്ന വഴിയാണ് ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധയപ്പെടുന്നു, ഒരാൾക്കൂട്ടം എല്ലാം കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും ആകർഷിച്ചൊരു ഘടകം എന്ന് പറയുന്നത് ഇവിടെ ഈ പാർക്കിംഗ് ഫെസിലിറ്റിയിലൂടെ റെസ്റ്റ് റൂം എന്നുള്ള സാധനം ഉണ്ടല്ലോ. നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യം വരുന്നൊരു സാധനമാണ് നമുക്ക് ഇതോടെ യാത്രകളിൽ റെസ്റ്റ് റൂമിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാണ് വന്നത്? ഇല്ല, എന്തായാലും നമ്മൾ ഒരു റെസ്റ്റ് റൂം വേണം, പാർക്കിംഗ് ഫെസിലിറ്റി വേണം. ഇപ്പൊ മെയിൻ മസ്റ്റ് ആയിട്ട് അത് വേണം, അവൈലബിൾ ആണ്. അതില്ലാതെ ഒരു സ്ഥാപനം ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകില്ല. പിന്നെ എന്റെ ഒരു പ്ലാൻ ആയിരുന്നു ഓൺ പ്രോപ്പർട്ടിയിൽ. ഞാൻ ചെറുപ്പം മുതലേ ബിസിനസ് ചെയ്ത ആളാ, എല്ലാം വാടക കെട്ടിടത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കൊറോണയിൽ തന്നെ ഒരു 30 ലക്ഷം രൂപ ഒറ്റയടിക്ക് 30 ലാഖ് നഷ്ടം വന്നിട്ടുണ്ട്. അത് ബിൽഡിംഗ് ഓണർ കൊണ്ടാ വന്നത് മെയിൻ ആയിട്ട്. അന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഒരു ഓൺ പ്രോപ്പർട്ടിയിൽ ഒരു വർക്ക് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺ പ്രോപ്പർട്ടിയിൽ ചെയ്യുള്ളൂ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ അവർക്ക് പൂർത്തിയായിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി എടുക്കണം. ചെയ്തിട്ടില്ല. ഞാൻ സ്ഥലം മേടിച്ചു, പിന്നെ ഇച്ചിരി പെട്ടെന്ന് വേഗം തട്ടിക്കൂട്ടി തുടങ്ങിയെന്നുള്ളൂ. അല്ല, കണ്ടാലൊരു തട്ടിക്കൂട്ടലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കൂട്ടവും പിന്നെ എന്താ പറയാ, അതിന്റെ ഒരു നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ആളുകൾ ആകർഷിക്കുന്നതാണല്ല യഥാർത്ഥത്തിൽ. അങ്ങനെയാണ്. ഞാൻ ബേക്കറി ബിസിനസ് തന്നെയാണ് ഓൾറെഡി. എന്റെ 20 വയസ്സ് മുതൽ ഇപ്പൊ 40 വയസ്സായി. എന്റെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ബേക്കറി ഫീൽഡില്. എനിക്ക് ഇവിടുത്തെ പഞ്ചായത്തുകളിലെ ഞാൻ പുതുക്കോട് പഞ്ചായത്തുകാരനാണ്. പുതുക്കോട് പഞ്ചായത്ത് സ്ഥലമാണ്. ഇത് കാവശ്ശേരി പഞ്ചായത്ത്. പുതുക്കോട് പഞ്ചായത്തിൽ എന്നെ ഏകദേശം പേർക്കൊക്കെ അറിയാം. പുതിയ തലമുറയ്ക്ക് അറിയാത്തുള്ളൂ, അത്യാവശ്യം ചെറിയ കുട്ടികൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അവർ